ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബാഗ് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. ഈ 4 ബാഗും നമ്മളുടെയാണ്. 40 വീക്കായിട്ട് നമ്മളിവിടെ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 3 എണ്ണം നമ്മുടെ ബാഗാണ് കേട്ടോ. ഇത് താഴെയുള്ളത് അച്ഛൻ്റെ അമ്മേൻ്റെയാണ്. അപ്പോൾ ഇത് ബേബിയുടെ, ഇതെൻ്റെ ഡ്രസ്സ്, ഇതെൻ്റെ കുറച്ച് സാധനങ്ങൾ. ഇതാണ് നമ്മുടെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്, ഹോസ്പിറ്റലിലെ ബാക്കി കാര്യങ്ങൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഇതിൽ നമ്മൾ ഫയൽ വെച്ചിട്ടുള്ളത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ ലാസ്റ്റ് ട്രൈമസ്റ്റർ വരെയുള്ള എല്ലാ റിപ്പോർട്ട്സ് കാര്യങ്ങൾ, ID കാർഡൊക്കെ, പിന്നെ പേഴ്സിൽ കുറച്ച് ലിക്വിഡ് മണി കയ്യിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ബേബീൻ്റെ ബാസ്ക്കറ്റ് കേട്ടോ. ഈ ബാസ്ക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു റിലയൻസിൻ്റെ ബഡാ ബസാർ എന്നാണ് തോന്നുന്നു. അപ്പോൾ ഇത് നല്ല അഫോർഡബിൾ ആട്ടോ. എനിക്ക് അഫോർഡബിൾ മീൻസ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി തോന്നി. എല്ലാം അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ജബലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, മുകളിൽ തന്നെ വെച്ചു. പിന്നെ ഡ്രൈ ഷീറ്റാണ്, പിന്നെ പാരച്യൂട്ടിൻ്റെ ഓയിൽ വേണമെന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് ഞാനതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ദെൻ അത് ടവൽസാണ്, വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വലിയ ടവൽസ്, മസ്ലിൻ ക്ലോത്ത് തന്നെയാണ് ഇത്. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ വേണമെന്നറിയില്ല, പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്തു, കയ്യിൽ വെച്ചു മോയ്സ്ചറൈസർ, ഇൻ കേസ് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് മിറ്റൻ സെറ്റാണ്, ക്യാപ്പ്, മിറ്റൻ, ബൂട്ടി സെറ്റാണ്. 2 എണ്ണം ഉണ്ട്. 2 കളറിലുള്ളത് കയ്യിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, ഒന്ന് പിങ്കും ഒന്ന് ബ്ലൂവും. ഇനി ആരാണ് ബോയ് ഓർ ഗേൾ നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ 2ഉം കീപ്പ് ചെയ്യുന്നു. പിന്നെ വെറ്റ് വൈപ്സ് വെച്ചിട്ടുണ്ട്. വെറ്റ് വൈപ്സ് ഒരു പാക്ക് എടുത്ത് വെച്ചു. വെറ്റ് വൈപ്സ് ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഇൻ കേസ് നീഡ്. പിന്നെ ഞാൻ നെയിൽ കട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ് നല്ല നെയിലുണ്ടായിരുന്നു, അപ്പോൾ വേണമെങ്കിൽ അത് വെച്ചോണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മളുടെ റാപ്പ് ചെയ്യുന്ന ക്ലോത്ത്സാണ്, സ്വാഡിൽ റാപ്പാണ്. ഇത് പിന്നെ ചെറിയ ടവൽസാണ് കേട്ടോ, കുഞ്ഞു നമ്മളെ ഹാൻഡ് കർച്ചീഫ് പോലെയുള്ള ടവൽസ്, അതിൻ്റെ ഒരു സെറ്റ്. പിന്നെ 2 നമ്മളുടെ ജംപ് സ്യൂട്ട് സെറ്റ്. ജംപ് സ്യൂട്ട് അറിയില്ല, തണുപ്പാണെങ്കിൽ വേണ്ടി വരുമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളത് ക്യാരി ചെയ്യാൻ റിസീവിങ് ടവൽസാണ്, അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിങ്കും ഉണ്ട്, അതുപോലെ ബ്ലൂ ഉണ്ട്. ഏതാണോ ആവശ്യം വരുന്നത് വെച്ചാൽ അത് എടുക്കാമെന്ന് കരുതി. പിന്നെ അത് ഡ്രൈ ഷീറ്റ്, ഒരു എക്സ്ട്രാ ഡ്രൈ ഷീറ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, 2 ഡ്രൈ ഷീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സോപ്പ് ഇനി കുളിപ്പിക്കുകയാണെങ്കിൽ സോപ്പ് വേണ്ടി വരികയും വിചാരിച്ചിട്ട് അത് വെച്ചു. പിന്നെ ഇത് നമ്മളുടെ ബ്ലാങ്കറ്റ്സ് ആണ് കേട്ടോ. അത് ഭയങ്കര കംഫി ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഓൾറെഡി മഴയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിന് ഭയങ്കര തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തോർത്താണ്, കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് തോർത്തെടുത്തു. പിന്നെ ഇത് കോട്ടൺ ക്ലോത്ത്സ് ആണ് കേട്ടോ. കോട്ടൺ ക്ലോത്ത്സ് വേണ്ടി വരും എന്ന് ഞാൻ കേട്ടതുകൊണ്ട് കോട്ടൺ ക്ലോത്ത്സ് കട്ട് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 10 എണ്ണമൊക്കെ കട്ട് ചെയ്ത് വെച്ചു, ഇൻ കേസ് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇത് വീണ്ടും എക്സ്ട്രാ ഒരു ടവലാണ്, കുറച്ച് തണുപ്പ് കിട്ടാൻ തണുപ്പ് മാറാൻ കുറച്ചുകൂടി ഒന്ന് ചൂട് കിട്ടാൻ വേണ്ടി. പിന്നെ ഫൈനലായിട്ട് നമ്മൾ ഹഗ്ഗീസ് എടുക്കുന്നത് നന്നായിരിക്കും എന്നോട് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹഗ്ഗീസ് കൂടി കയ്യിൽ വെച്ചു. ഞാൻ ഹഗ്ഗീസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് അറിയില്ല എത്രത്തോളം ബേബിക്ക് ഓക്കെ ആവും എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേബീൻ്റെ സെറ്റ് ഉള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് മൂവിങ് ഓൺ ടു എൻ്റെ ബാഗ്. ഇതെൻ്റെ ബാഗാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് വേണം എന്ന് തോന്നി എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ വെച്ചു. ഇത് ഒരു തോർത്ത് വേണ്ടി വരും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു തോർത്ത് വയ്ക്കുക, ഒരു വലിയൊരു തോർത്ത് എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുണ്ട്, കോട്ടൻ്റെ മുണ്ടുണ്ടാവുമല്ലോ, അത് ഒരു 4 എണ്ണം വെച്ചു. 4 എണ്ണമൊക്കെ ആവശ്യം വരുമെന്നറിയില്ല, എന്നാലും നമ്മളത് കയ്യിൽ വെച്ചു. കുഴപ്പമില്ലല്ലോ, നമുക്ക് വേണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടുവരാമല്ലോ എന്ന് കരുതി. പിന്നെ അതെൻ്റെ ഫീഡിങ് ബ്രാ, കുറച്ച് ബ്രാസ്, ഒരു 4-5 ബ്രാ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതെനിക്ക് ഇടാനുള്ള ഡ്രസ്സുകളാണ്, ഫീഡിങ് ഡ്രസ്സുകളാണ് കേട്ടോ. 2 എണ്ണമല്ല, അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ 2 എണ്ണം കൂടി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റേണിറ്റി പാഡാണ് കേട്ടോ. മെറ്റേണിറ്റി പാഡിൻ്റെ ഒരു സെറ്റ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തായിരുന്നു, അപ്പോൾ അതുകൂടി കയ്യിൽ വെച്ചു. അപ്പോൾ ഇത്രയാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കരുതിയിട്ടുള്ള സാധനങ്ങൾ. ഇനിയുള്ളത് കുറച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരണം, നമുക്കറിയില്ലല്ലോ, മേ ബി നോർമൽ ആവാം, അല്ലെങ്കിൽ C-സെക്ഷൻ ആവാം. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ ബാഗിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സോപ്പ്, അതുപോലെ തന്നെ പേസ്റ്റ്, ബ്രഷ് വെച്ചിട്ടില്ല, ബ്രഷ് വെക്കണം. പിന്നെ ഡെറ്റോള്, എണ്ണ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബേബീൻ്റെയും എൻ്റെയും ബാഗ് പാക്കിങ്. പിന്നെ എക്സ്ട്രാ വന്നിട്ടുള്ളത് ബക്കറ്റൊക്കെയാണ്, ബക്കറ്റുണ്ട്, അതേപോലെ തൂക്കാത്രം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ 40 വീക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും